ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എബ്രായ ലേഖനം 10-ാം അധ്യായം 35-ാം വാക്യത്തിൽ, അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. വാഗ്ദത്തം പ്രാപിക്കുവാൻ സഹിഷ്ണുത നിങ്ങളുടെ ജീവിതത്തിലേറെ ആവശ്യം. അപ്പോസ്തലനായ പൗലോസ് ഒരു കൂട്ടം ജനത്തോട് പറയുന്ന ഒരു വലിയ മാർമീക രഹസ്യം. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ നാമനിമിത്തമായി ഉപദ്രവം സഹിച്ചും കഷ്ടമേറ്റും അനേകരെ സഹായിച്ചതിനാലും സഹായിക്കുന്നതിനാലും നിന്ദകളും പരിഹാസങ്ങളും ഏറ്റും ദൈവത്തെ സ്നേഹിക്കുന്ന നിമിത്തമായി വളരെ പോരാട്ടങ്ങളിൽ കൂടെ പല രീതിയിൽ കടന്നുപോവുകയും ചെയ്ത ഒരു കൂട്ടം ജനം. അവരോട് അപ്പോസ്തലൻ പറയുന്നു, നിങ്ങൾ സഹിച്ച കഷ്ടത, ഇപ്പോൾ നിങ്ങൾ സഹിക്കുന്ന നിന്ന, നിങ്ങളുടെ സമ്പത്ത് നഷ്ടപ്പെട്ടു, അത് നിങ്ങൾ സന്തോഷത്തോടെ സഹിച്ചു. ഇങ്ങനെ ജീവിതത്തിൽ പലവിധമായ പ്രതികൂലങ്ങളെ നിങ്ങൾ തരണം ചെയ്യേണ്ടി വന്നു. എങ്കിലും ക്രിസ്തുവിലുള്ള സ്നേഹം നിമിത്തമായി നിങ്ങളിതെല്ലാം സന്തോഷത്തോടെ സഹിച്ചുവെങ്കിൽ അല്പകാലം കൂടെ നിങ്ങൾ സഹിഷ്ണുതയോടെ കാത്തിരിക്കണം. കർത്താവിൻ്റെ വരവ് സമീപമായി. അതെ, നിങ്ങൾക്കുള്ള നേരോടെ വിധിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം വെളിപ്പെടുവാൻ സമയമായി. നിങ്ങൾക്കുള്ള വിധി സ്വർഗത്തിൽ നിന്ന് വരുവാൻ തക്കവണ്ണം കാലമായി. എൻ്റെ നീതിമാൻ വിശ്വാസത്തിൽ ജീവിക്കും, പിന്മാറിപ്പോയാൽ എൻ്റെ ഉള്ളത്തിന് അവനോട് പ്രസാദമില്ല. പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തിൽ നിന്ന് ക്ഷീണിച്ചു പോവുകയും ധൈര്യം ക്ഷയിച്ചു പോവുകയും ചെയ്യുന്ന ഒരുപാട് അനുഭവങ്ങളാണ് ഇന്ന് ലോകത്തിൽ നമുക്ക് നേരിടേണ്ടി വരുന്നത്. ദൈവത്തെ യഥാർത്ഥമായി വിളിച്ചപേക്ഷിക്കുന്ന ഒരു ദൈവവൈതലിനെ സംബന്ധിച്ചിടത്തോളം അനേകമായ നിന്ദകളെയും പരിഹാസങ്ങളെയും നേരിടേണ്ടതായ അനുഭവങ്ങൾ കടന്നു വരുന്നു. ഇന്ന് രാവിലെ സമയം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ പ്രബോധിപ്പിക്കുന്നു, ഭയപ്പെടേണ്ട. നാം അതിൽ ഭാരപ്പെട്ടും അവിശ്വാസിയായും പിന്നോക്കം മാറുവാൻ പാടില്ല. അനേകരെ ധൈര്യപ്പെടുത്തേണ്ടവർ, അനേകർക്ക് ആശ്വാസം പകർന്നു കൊടുക്കേണ്ടവർ നാമും ധൈര്യത്തോടെ സഹിഷ്ണുതയോടെ നിന്നാൽ ഒരു വലിയ വാഗ്ദത്തം നമുക്ക് പ്രാപിക്കാം. എന്താണ് നമുക്ക് ശേഷിക്കപ്പെടുന്ന വാഗ്ദത്തം? നിത്യത. പ്രിയപ്പെട്ടവരെ, അനേകർക്കത് കരസ്ഥമാക്കാൻ കഴിയാതിരിക്കുമ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്ന നിങ്ങൾ, നിർണയപ്രകാരം വിളിക്കപ്പെട്ട നമുക്ക് നിശ്ചയമായും ആ നിത്യതയിലേക്ക് പ്രവേശിക്കുവാൻ സ്വർഗം നമ്മെ സഹായിക്കും. മാത്രമല്ല, ഭൂമിയിൽ സഹിച്ച സകല കഷ്ടതകൾക്കും ഏറിയ പ്രതിഫലം തന്ന് മാനിക്കുന്നൊരു ദൈവമാണ് നമ്മുടെ ദൈവമെന്നൂടെ മറന്നു പോകരുത്. ആകയാൽ വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോകാതെ, പ്രത്യാശ നഷ്ടപ്പെട്ടു പോകാതെ കർത്താവിന് വേണ്ടി കാത്തിരുന്നാൽ ഒരു നന്മയുടെ അവകാശത്തിലേക്ക് നമുക്കും കടക്കാം.